3, 2, 1. 3, 2, 1. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കേരളത്തിലെ നദികളെ പറ്റിയാണ്. 10 ചോദ്യങ്ങളാണ് ഞാനിന്നിവിടെ തിരഞ്ഞെടുത്തേക്കുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗംഗ. മൂന്നാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. നാലാമത്തെ ചോദ്യം, ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷമേത്? ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷമേതാണ്? 2008 ഗംഗയെ പ്രഖ്യാപിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. ഉത്തരം പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. ഭാരതപ്പുഴ. ഉത്തരം ഭാരതപ്പുഴ. ഏഴാമത്തെ ചോദ്യം, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. ചിനാബ്. പാകിസ്ഥാൻ്റെ ദേശീയ നദി ഏതാണ്? എട്ടാമത്തെ ചോദ്യം, പാകിസ്ഥാൻ്റെ ദേശീയ നദി ഏതാണ്? ഉത്തരം സിന്ധു ആണ്. ഒമ്പതാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരി. പത്താമത്തെ ചോദ്യം, നദിയായി പരിഗണിക്കാനുള്ള കുറഞ്ഞ ദൂരം എത്രയാണ്? അവസാനത്തെ ചോദ്യമാണ്. നദിയായി പരിഗണിക്കാനുള്ള കുറഞ്ഞ ദൂരം എത്രയാണ്? 15 കിലോമീറ്റർ. നദിയായി പരിഗണിക്കാനുള്ള കുറഞ്ഞ ദൂരം 15 കിലോമീറ്റർ ആണ്. Thank you. Thanks for watching my video. Please like, share and subscribe my channel. Thank you.